അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 24 മണിക്കൂറിന്റെ 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമായ കുഞ്ഞും മലപ്പുറം സ്വദേശിയായ 52-കാരിയുമാണ് മരിച്ചത്. രോഗം ബാധിച്ച് 10 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന 2 പേരാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയത്. ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദീഖിന്റെ 3 മാസം പ്രായമായ ആൺകുഞ്ഞ് ഇന്നലെ രാത്രിയോടെ മരിച്ചു. നീഗ്ലേറിയ എന്നുള്ള അമീബയാണ്. അത് മൂക്കിലൂടെയാണ് അത് ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പോൾ മൂക്കിൽ പ്രവേശിക്കുന്ന ഈ അമീബ അടങ്ങിയ വെള്ളത്തിലൂടെ ആയിരിക്കും. അത് എങ്ങനെയെന്നുള്ളത് കൂടുതൽ അന്വേഷണ വിധേയമാക്കേണ്ടി വരും. മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശി 52 വയസ്സുകാരി റംലയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ഗുരുതരാവസ്ഥയിലായിരുന്ന ഇവർ ഇന്ന് മരിച്ചു. അപ്പോൾ അവരെ രണ്ടുപേർക്കും മാക്സിമം കെയർ നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് കോമോർബിഡ് ഇൽനെസ് ഉണ്ട്. ഈ കുട്ടിക്ക് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി കൂടി സംശയിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ ഭയങ്കര കുറവാണ്. ഡേ 1 മുതൽ 2 പേരും ഒരേ ഡേറ്റിനാണ് അഡ്മിറ്റ് ചെയ്തത്. 4/8 ഓഗസ്റ്റ് 4-ാം തീയതി. അപ്പം കുട്ടി അന്ന് മുതലേ വെന്റിലേറ്ററിൽ 3 മാസമല്ലേ പ്രായമുള്ളൂ. അപ്പോൾ വേണ്ട എല്ലാവിധ ട്രീറ്റ്മെൻറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ചികിത്സയിലുള്ള 2 പേർ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. വിദേശത്ത് നിന്ന് മരുന്നെത്തിച്ച് ചികിത്സ നടത്തുകയാണെന്ന് ഡോക്ടർമാർ മീഡിയ വണ്ണോട് പറഞ്ഞു. അപ്പോൾ അത് ഇമ്പോർട്ടഡ് സാധനമാണ്. അത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഒരു പ്രത്യേക അവരുടെ നിർദ്ദേശാനുസരണം അത് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതലേ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും IMCHലുമായി 9 പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നു. സംസ്ഥാനത്താകെ 16 പേരാണ് രോഗബാധിതരായി ചികിത്സയിലുള്ളത്. 3 മാസം പ്രായമായ കുട്ടിയും 52 വയസ്സുള്ള സ്ത്രീയും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരിക്കുകയാണ്. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആശങ്കയും വർദ്ധിക്കുകയാണ്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.